നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നതായി പുത്തഞ്ചിറ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VA നദീർ MCV ന്യൂസിനോട് പറഞ്ഞു. ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് ദേവസ്വം ബോർഡിലാണെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശനൻ. അന്യായമായി വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ച പിണറായി സർക്കാരിനെതിരെ BJP മാള കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEP ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നതായി പുത്തഞ്ചിറ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VA നദീർ MCV ന്യൂസിനോട് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിച്ചതിൻ്റെ പേരിൽ പാർട്ടി അച്ചടക്ക നടപടി നേരിട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്ന ബഹുമാന്യരായിട്ടുള്ള ശ്രീ MP സോണി, ശ്രീ TP പരമേശ്വരൻ നമ്പൂതിരി, ശ്രീ PJ സ്റ്റാൻലി എന്നിവർ പാർട്ടി നേതൃത്വത്തിന് അവർ ചെയ്ത തെറ്റ് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാപ്പപേക്ഷ നൽകുകയും ആ മാപ്പപേക്ഷയിന്മേൽ പുത്തഞ്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും അവരെ പാർട്ടിയിൽ തിരിച്ചെടുക്കണമെന്ന് ശുപാർശ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾക്ക് വിധേയമായി പാർട്ടി നേതൃത്വവുമായി സഹകരിച്ച് അച്ചടക്കത്തോടെ പ്രവർത്തിക്കാമെന്നുള്ള കർശന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായിട്ടുള്ള ശ്രീ MP സോണിയെയും മുൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ TP പരമേശ്വരൻ നമ്പൂതിരിയെയും പുത്തഞ്ചിറ സർവീസ് സഹകരണ ബാങ്കിലെ മുൻ ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ടുള്ള ശ്രീ PJ സ്റ്റാൻലിയെയും പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി പ്രാദേശിക നേതൃത്വമായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാമെന്നുള്ള കർശന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി ഈ 3 പേരുടെയും അച്ചടക്ക നടപടി പിൻവലിച്ചുകൊണ്ട് അവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തിരിച്ചെടുത്തതായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് ദേവസ്വം ബോർഡിലാണെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ. വെള്ളാങ്കല്ലൂർ മനക്കലപ്പടി പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേലയുടെ ഭാഗമായി നടന്ന ആദരത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ മുൻകാല ചരിത്രം എങ്ങനെ ഇരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതൊരു വലിയ ഒരു പ്രസക്തമായിട്ടുള്ള ഒരു സാമൂഹ്യ മാറ്റമായിട്ട് നമ്മളെല്ലാവരും കരുതുന്നതും അതിനെപ്പറ്റി നമ്മൾ പറയുന്നതും. അപ്പോൾ നമ്മളുടെ എങ്ങനെയാണ് ആ സാമൂഹ്യ മാറ്റം നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നത് എന്ന് നമ്മൾ അറിയണമെങ്കിൽ എങ്ങനെയായിരുന്നു ആ സമൂഹം, കേരളീയ സമൂഹം എങ്ങനെയായിരുന്നു എന്നുള്ള ചരിത്രം നമ്മൾ അറിയണം. പ്രമുഖവും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിച്ചിട്ടുള്ള ഐതിഹ്യം എന്ന് പറയുന്നത് മാവേലി നാട് വാണിരുന്ന കാലമായിരുന്നു. പുതിയ ചിത്രമായ ഗ്രേറ്റ് ഫാദറിന്റെ സംവിധായകനും നാട്ടുകാരനുമായ ഹനീഫ് അദേനി, മാർഷൽ ലോക ചാമ്പ്യൻഷിപ്പ് വെള്ളി മെഡൽ ജേതാവ് കരൂപടന്ന സ്വദേശി മുഹമ്മദ് ഷുസൈ എന്നിവരെ ഭരണിവേല കമ്മിറ്റി ആദരിച്ചു. തുടർന്ന് MK മോഹനൻ, MS രഘു എന്നിവർ പ്രസംഗിച്ചു. അന്യായമായി വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ച പിണറായി സർക്കാരിനെതിരെ BJP മാള കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള KSEP ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. BJP കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് MG പ്രശാന്ത് ലാൽ ഉദ്ഘാടനം ചെയ്തു. 5 ലക്ഷം പേർക്ക് തൊഴിലവസരം കൊടുക്കും. ഇങ്ങനെ മോഹന വാഗ്ദാനം നൽകിക്കൊണ്ട് LDF വരും, എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ പിണറായി സർക്കാർ അധികാരത്തിലേറി അതിന്റെ 1ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയില് കേരളത്തിലെ ജനങ്ങൾക്ക് ഇരുട്ടടി സമ്മാനിച്ചുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഇന്ന് പിണറായി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരനെ നട്ടല്ലടിക്കുന്ന തീരുമാനം ഇതൊരു വൈദ്യുതി വകുപ്പിൽ മാത്രമല്ല ഭരണരംഗത്തെ മൊത്തം പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 2 മന്ത്രിമാരെ രാജിവെച്ചൊഴിയേണ്ട സാഹചര്യം ഈ കേരളത്തിലെ പിണറായി സർക്കാരിന്റെ കീഴിലുണ്ടായിരിക്കുന്നു. ആശ്രിത നിയമനത്തിന്റെ പേരില്, ബന്ധു നിയമനത്തിന്റെ പേരില് വ്യവസായ വകുപ്പ് മന്ത്രിയായ EP ജയരാജൻ രാജിവെച്ചൊഴിഞ്ഞ സംഭവം, അതുപോലെ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി MK ശശീന്ദ്രൻ അദ്ദേഹം രാജിവെച്ച് ഒഴിയേണ്ട സാഹചര്യം നമുക്കറിയാം. ഇതേ രീതിയിൽ 1 വർഷം പിന്നിടുന്ന വേളയില് അഴിമതിക്കെതിരെ അഴിമതിരഹിത ഭരണമെന്ന് പറഞ്ഞ പിണറായി സർക്കാർ ഒട്ടനവധി അഴിമതികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന BJP മാള പഞ്ചായത്ത് പ്രസിഡന്റ് KK അജയ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ന്യൂനപക്ഷ മോർച്ച ജില്ലാ സെക്രട്ടറി ജോസഫ് പടമാടൻ, CM സദാശിവൻ, KK രാമു, AP അനിൽകുമാർ, KS സനു, ഇഷ ബിജു, സുനിത മനോഹരൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഡോൾബി സാങ്കേതിക വിദ്യയിൽ ഇതുവരെ റിലീസ് സിനിമ കാണാത്തവർക്കും റിലീസ് സിനിമ കാണാൻ അവസരമൊരുക്കി സെറാജിയം വേൾഡ് ഹെൽത്ത് കെയർ കമ്പനി. ജീവിതത്തിൽ ഇതുവരെ സിനിമ തിയേറ്ററിൽ പടം കാണാൻ പോകാത്തവർക്കടക്കം പുതിയ ഡിജിറ്റൽ എഫക്റ്റിൽ ഏറ്റവും പുതിയ റിലീസ് ചിത്രം ബാഹുബലി 2 കാണാൻ സെറാജിമിന്റെ 130ഓളം പേർ സിനിമ തിയേറ്ററിലേക്ക്. ഇരിഞ്ഞാലക്കുട സിവിൽ സ്റ്റേഷന് സമീപം പ്രവർത്തിക്കുന്ന സെറാജിം കമ്പനിയാണ് 72 വയസ്സ് മുതൽ 78 വയസ്സുള്ളവരെ സിനിമ കാണാൻ എത്തിച്ചത്. പഴയ തലമുറ ഇതെല്ലാം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് സെറാജിം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഇരിഞ്ഞാലക്കുട ജില്ലാ അസോസിയേഷന്റെ തൃതീയ സോപാൻ ടെസ്റ്റ് ക്യാമ്പിന് മേലഡൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ജില്ലാതലത്തിൽ നടത്തുന്ന ഉയർന്ന പരീക്ഷയാണ് ഇവിടെ നടത്തുന്ന ടെസ്റ്റ് ക്യാമ്പ്. ജില്ലാതലത്തിൽ നടക്കുന്ന ഏറ്റവും ഉയർന്നൊരു പരീക്ഷയാണ് തൃതീയ സോപാൻ ടെസ്റ്റ് ക്യാമ്പ്. ഇത് നമ്മൾ 3 ദിവസമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരീക്ഷയിൽ പങ്കെടുത്തെങ്കിൽ മാത്രമേ ഇതിൽ ജയിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ സംസ്ഥാന തലത്തിൽ നടക്കുന്ന പരീക്ഷയിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. സംസ്ഥാന തലത്തിൽ നടക്കുന്ന പരീക്ഷ പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ സംസ്ഥാനം നടത്തുന്ന ടെസ്റ്റ് ക്യാമ്പിൽ വിജയം കൈവരിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിൽ അങ്ങനെ ആ അവാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് SSLC പരീക്ഷയ്ക്ക് 5% മാർക്ക് ലഭിക്കുന്നതാണ്. ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നത് കേരളത്തിലെ പ്രഥമ പൗരനായ ഗവർണറുടെ കയ്യൊപ്പോടു കൂടിയ സർട്ടിഫിക്കറ്റാണ് അവർക്ക് നൽകുന്നത്. ഇത് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇൻ്റർവ്യൂവിനും മറ്റ് ടെസ്റ്റുകൾക്കും വളരെയധികം പരിഗണന ലഭിക്കുന്നതാണ്. ഈ പരീക്ഷ പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ദേശീയ തലത്തിലൊരു ടെസ്റ്റ് നടക്കുന്നുണ്ട്. അത് രാഷ്ട്രപതി അവാർഡ് ടെസ്റ്റ് എന്നാണ് പേര്. സംസ്ഥാനം ആദ്യ തന്നെ ഒരു പ്രീ ടെസ്റ്റ് നടത്തുന്നതാണ്. സംസ്ഥാനം നിശ്ചയിച്ചു വിടുന്ന കുട്ടികളെ മാത്രമേ, ഈ പ്രീ ടെസ്റ്റിലൂടെ വിജയിച്ച കുട്ടികളെ മാത്രമേ രാഷ്ട്രപതിയുടെ അവാർഡ് ടെസ്റ്റിന് പരിഗണിക്കുകയുള്ളൂ. ആ അവാർഡ് നൽകുന്നത് ഇന്ത്യയുടെ പ്രഥമ പൗരനായ രാഷ്ട്രപതിയാണ്. ആ സർട്ടിഫിക്കറ്റിന് വളരെയധികം അംഗീകാരമുണ്ട്. എല്ലാ ഇൻ്റർവ്യൂകളിലും ബാങ്ക് ടെസ്റ്റുകളിലും അതോടൊപ്പം തന്നെ റെയിൽവേയുടെ TTRന് മുകളിലുള്ള എല്ലാ ജോലികൾക്കും ആദ്യമായി പ്രിഫർ ചെയ്തിരിക്കുന്നത് ഇവരെയാണ്. 50% ജോലി ഒഴിവ് അവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ഇവർക്ക് 10% മാർക്ക് ഗ്രേസ് മാർക്കായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയായിരിക്കുമ്പോൾ ഗവൺമെൻറ്റിൽ നിന്നും SSLC കഴിയുമ്പോൾ തന്നെ ഇത്രയും ഉയർന്ന ഒരു ദേശീയ അവാർഡ് കരസ്ഥമാക്കുക എന്നുള്ളത് കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് മാത്രം ലഭിക്കുന്നൊരവസരമാണ്. പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സംസ്ഥാനതല പരീക്ഷയിൽ പങ്കെടുക്കാം. സംസ്ഥാന തലത്തിൽ നടക്കുന്ന പരീക്ഷയിൽ പാസ്സായാൽ സംസ്ഥാന ഗവർണർ ഒപ്പുവെച്ച് നൽകുന്ന രാജ്യപുരസ്കാർ അവാർഡിന് അർഹനായിത്തീരും. കൂടാതെ SSLC പരീക്ഷയ്ക്ക് 5% ഗ്രേസ് മാർക്ക് ലഭിക്കുന്നു. ഓരോ കടമ്പകൾ കടക്കുന്തോറും രാഷ്ട്രപതിയുടെ കയ്യൊപ്പോടു കൂടിയ സർട്ടിഫിക്കറ്റ്, അവാർഡ് എന്നിവ ലഭിക്കാവുന്ന ക്യാമ്പാണ് 3 ദിവസങ്ങളിലായി സ്കൂളിൽ ആരംഭിച്ചിരിക്കുന്നത്. കൃഷ്ണങ്കോട്ടയിൽ ഞണ്ട് കൃഷിയിൽ മികവ് തെളിയിച്ച് കർഷകൻ. കായലുമായി ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് വരാപ്പുഴ സ്വദേശി മാരാപ്പറമ്പിൽ രാമചന്ദ്രൻ സ്ഥലം പാട്ടത്തിനടുത്ത് ഞണ്ട് കൃഷി ചെയ്യുന്നത്. ഇപ്പം ഞാൻ കെട്ടെടുത്തിട്ട് ഇപ്പോൾ 3-ാം കൊല്ലമാണിത്. 3 കൊല്ലത്തിൽ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട്.
പിന്നെ ഇപ്പോൾ ഈ കൊല്ലം ഒരു ഇപ്പോൾ ഇതിനകത്ത് 10-200 ഞണ്ടിന് കുഞ്ഞുങ്ങൾ ഇട്ടുണ്ട് 200 കിലോ. അതൊരു ശരിക്കും ഒരു 3 മാസം കഴിയുമ്പോൾ അതിൻ്റെ വിളവെടുക്കാം. പിന്നെ വേറെ ഈ കൂട്ടത്തിൽ ഇപ്പോൾ തൂമ്പിൻ്റെ ഉള്ളിൽ കൂടി വന്ന മീൻ കിട്ടും. പിന്നെ ഗവൺമെൻറ് തന്നെ കാരക്കുഞ്ഞ് ഇതൊക്കെ ഇടാറുണ്ട്. അതൊക്കെ ഒരു ബോണസ് പോലെ കിട്ടും. മെയിനായിട്ട് നോക്കുന്നത് ഞണ്ടാണ്. ശരാശരി 250 മുതൽ 400 ഗ്രാം തൂക്കം വരുന്ന ഞണ്ട് കുഞ്ഞുങ്ങളെയാണ് കൃഷ്ണൻകോട്ടയിലെ കൃഷിയിടത്തിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത്. കായലിനോട് ചേർന്നുള്ള 10 ഏക്കർ സ്ഥലത്താണ് ഞണ്ടും മത്സ്യവും കൃഷി ചെയ്യുന്നത്. കായലിൽ പോകുന്ന വലക്കാരിൽ നിന്നാണ് രാമചന്ദ്രൻ പരിക്കേൽക്കാത്ത ഞണ്ട് കുഞ്ഞുങ്ങളെ വിലക്കെടുത്ത് വാങ്ങുന്നത്. 3 മാസത്തെ വളർച്ചയിൽ 1.25 മുതൽ 1.5 കിലോഗ്രാം വരെ തൂക്കം വരുന്നതാണ് ഈ ഞണ്ടുകൾ. അവിടെ നിന്നും കാലുകൾ കെട്ടിക്കൊണ്ടുവരുന്ന ഞണ്ടുകളെ കൃഷിയിടത്തിലേക്ക് കെട്ടഴിച്ചു വിടും. മഡ് ക്രാബ് ഇനത്തിലുള്ള ഞണ്ടിന് വിദേശത്ത് ആവശ്യക്കാർ ഏറെയാണ്. ഞണ്ടും മത്സ്യവും കൃഷി ചെയ്യുന്ന രാമചന്ദ്രൻ കഴിഞ്ഞ 10 വർഷമായി ഈ മേഖലയിൽ ശ്രദ്ധേയനാണ്. തിരശീലയിൽ കണ്ടു പരിചയിച്ച കലാകാരൻ കൂടെ കളിക്കാനെത്തിയത് കുട്ടികൾക്ക് ഹരം പകർന്നു. സംഗീത നാടക അക്കാദമിയുടെയും കൊടുങ്ങല്ലൂർ നഗരസഭയുടെയും സഹകരണത്തോടെ രാരംഗ് സംഘടിപ്പിക്കുന്ന നാടകക്കളരിയിലാണ് അതിഥിയായി സിനിമാ താരവും നാടക പ്രവർത്തകനുമായ സുർജിത്ത് എത്തിയത്. കുട്ടികളോടൊപ്പം പാടിയും അഭിനയിച്ചും സുർജിത്ത് നാടകക്കളരിയെ സജീവമാക്കി. ഇയോബിന്റെ പുസ്തകം, ചാർലി, ഉട്ടോപ്യയിലെ രാജാവ് തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനായ സുർജിത്ത് അഭിനയത്തിൽ കൈയടക്കത്തിനും സമയക്ലിപ്തതയ്ക്കുമുള്ള പ്രാധാന്യം കുട്ടികൾക്ക് പറഞ്ഞു നൽകി. ക്യാമ്പ് ഡയറക്ടർ TS സലീഷ്, രരംഗ് ഡയറക്ടർ V മനോജ്, തിരക്കഥാകൃത്ത് PS റഫീഖ് എന്നിവരും പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ കയ്പമംഗലം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം നൽകുക, തൊഴിൽ ദിനം 200 ആക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. NREG വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ധർണ CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അവരുടെ ഈ സമരത്തിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പിന്തുണ കൊടുക്കേണ്ടതാണ്, സമരരംഗത്ത് ഇറങ്ങേണ്ടതാണ്. പക്ഷേ ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷം എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന് നമ്മൾ ഈ സമരരംഗത്തൊന്നും കാണുന്നില്ല. എന്ത് അവർ വരാത്ത? ഒറ്റ കാര്യമുള്ളൂ, അവർ താല്പര്യം പാവപ്പെട്ടവരുടെ താല്പര്യമല്ല. പാവപ്പെട്ടവരുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള സമരമുഖത്ത് ഇറങ്ങാൻ അവർ തയ്യാറല്ല. പ്രത്യേകിച്ച് വെയിൽ കൊള്ളാൻ അവർ ഒട്ടും തയ്യാറല്ല. കേന്ദ്ര ഗവൺമെന്റ് ഈ കൂലി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര വിഹിതം തരാതിരിക്കുമ്പോൾ യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഖദീജ ഹംസ അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി MC ശശിധരൻ, പഞ്ചായത്ത് അംഗങ്ങളായ PC മനോജ്, PA ഷജീർ, KR ഹരി, KC ശേഖരൻ എന്നിവർ സംസാരിച്ചു. എടവിലങ്ങിൽ വിഷുത്തലേന്ന് വീടിനു മുന്നിൽ പടക്കം പൊട്ടിച്ചതിനെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിൽ DYFI പ്രവർത്തകർക്ക് പരിക്കേറ്റ കേസിൽ പഞ്ചായത്ത് പ്രസിഡന്റും സഹോദരനും പോലീസിൽ കീഴടങ്ങി. ജില്ലാ കോടതിയുടെ മുൻകൂർ ജാമ്യത്തിന്മേൽ പോലീസ് ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചു. എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് TM ഷാഫി, സഹോദരൻ ജലീൽ എന്നിവരാണ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാമ്യം നേടിയത്. ഈ സംഭവത്തിൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതിനെ തുടർന്ന് TM ഷാഫിയും സഹോദരൻ ജലീലും തൃശൂർ ജില്ലാ കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടുകയായിരുന്നു. ഇരുവരോടും കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുവാനും പോലീസിനോട് ഇവർക്ക് ജാമ്യം നൽകുവാനും കോടതി നിർദ്ദേശിച്ചു. ഇതേ സംഭവത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെയും കുടുംബത്തെയും ആക്രമിച്ചെന്ന കേസിൽ 6 DYFI പ്രവർത്തകരെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. അണ്ണല്ലൂർ വയോജന ക്ലബ്ബ് 6ാമത് വാർഷികം ആഘോഷിച്ചു. മാള പഞ്ചായത്ത് പ്രസിഡന്റ് PK സുകുമാരൻ വാർഷികം ഉദ്ഘാടനം ചെയ്തു. അവർക്കൊരു ഓഫീസ് തന്നെ ഉണ്ട്. അപ്പോൾ അത് വേണ്ടത്ര സുപ്രീംകോടതി പറഞ്ഞെങ്കിലും വേണ്ടത്ര അത് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഈ വർഷം 2016-17 വർഷത്തിൽ അത് പെയിൻറ്റിങ് നടത്തി അത് എല്ലാ പണികളും കഴിഞ്ഞ് TV, ഫ്രിഡ്ജ് സൗകര്യത്തോട് കൂടിയിട്ട് ഒരു ഓഫീസ് പഞ്ചായത്തിലെ ഗ്രൗണ്ടിനോട് ചേർന്ന് സ്പോർട്സ് ക്ലബിനോട് ചേർന്ന് ഒരു ഓഫീസ് വയോജന ക്ലബ്ബ് എന്നും പറഞ്ഞിട്ട് പേരൊക്കെ എഴുതി ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും യോഗങ്ങൾ കൂടുകയാണെങ്കിൽ നമ്മൾ പഞ്ചായത്തിൻ്റെ ഫോണിലാണ് വയോജന ക്ലബ്ബ് ഉപയോഗിക്കാറില്ല. പഞ്ചായത്ത് സ്വല്പമാണ് വൈകിയതിൻ്റെ പേരിൽ, കുറച്ച് നീങ്ങിയതിൻ്റെ പേരിലാണ് അത് ഉപയോഗിക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനും ഒരു സൗകര്യം അത് ഈ മുൻ ഭരണസമിതി ചെയ്തതാണ്. നമ്മൾ ഈ ഭരണസമിതി അല്ല, പക്ഷേ എന്നിരുന്നാലും അതിനുള്ള സൗകര്യം മുൻകൂട്ടി തന്നെ നമ്മൾ കണ്ടുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്.
ഇപ്പോൾ യോഗങ്ങൾ കൂടാനോ എല്ലാ സൗകര്യം. അന്തോണി അച്ചാണ്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ AR സുകുമാരൻ മാസ്റ്റർ, VG ജോണി, രാധാ ഭാസ്കരൻ, ജോണി പള്ളിപ്പാടൻ, വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ബാലസംഘം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വേനൽ തുമ്പിക്കാല ജാഥയ്ക്ക് എറിയാട് ലോക്കൽ കമ്മിറ്റി സ്വീകരണം നൽകി. AK മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. പ്രസാദിനി മോഹനൻ അധ്യക്ഷത വഹിച്ചു. മുഫ്താഹ്, BR സന്തോഷ്, CD ജോഹൻ, CK മജീദ് എന്നിവർ സംസാരിച്ചു. ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് കലാകാരന്മാർ എന്ന വേഷം കെട്ടി തങ്ങളുടെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ സമയം ഉപയോഗിക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. കാരണം കലാകാരന്മാരാണ് ലോകത്തെ മാറ്റിമറിച്ചിരിക്കുന്നത്. കലാകാരന്മാർ അവരുടെ ആശയങ്ങൾ, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കലകളിലൂടെ സമൂഹത്തിലെത്തിക്കുകയും സമൂഹത്തിൽ വേണ്ട മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്യമായി പ്രവർത്തിക്കുകയും ചെയ്ത സംഘം ആളുകളാണ്. ഞാൻ ഒരു കഥ പറയാം. കഥ ഇഷ്ടമല്ലേ? എവിടെ ആരും ശ്രദ്ധിക്കണമെന്നില്ല. വലിയ ആളുകൾക്ക് വേണ്ടി എഴുതിയൊരു കഥയാണ്. കഥയുടെ പേര് ബിരിയാണി എന്നാണ്. ബിരിയാണി എന്നൊക്കെ ഒത്തിരി രസമുണ്ടല്ലേ? ശ്രദ്ധിച്ചില്ലേ എല്ലാവരും? ബിരിയാണി. സന്തോഷ് എച്ചിക്കാനം എന്നാണ് ആ കഥ എഴുത്തുകാരൻ്റെ പേര്. കഥ മുഴുവനായിട്ടൊന്നും പറയുന്നില്ല. രാവിലെ വന്നല്ലോ ഞാൻ, ഇപ്പൊ നേരം ഉച്ചയായി. അതിനൊന്നും വേണ്ട, 1 2 ഞാൻ പിടിച്ചതല്ല, ഗുരുവാപ്പന്റെ ചൂണ്ട കൊളുത്തി തന്നതാ. പിന്നെ ഗുരുവാപ്പന് പണി. കുട്ടികളുടെ കാത്തിരിപ്പിന് പരിസമാപ്തി. മുനയ്ക്കൽ ബീച്ചിൽ കുട്ടികളുടെ പാർക്ക് തുറക്കുന്നു. മുനയ്ക്കൽ ബീച്ചിൽ ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ചിൽഡ്രൻസ് പാർക്ക് ശനിയാഴ്ച തുറക്കും. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ പാർക്ക് ഉദ്ഘാടനം ചെയ്യും. ET ടൈസൺ മാസ്റ്റർ MLA അധ്യക്ഷത വഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK അബീദ് അലി, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനൻ എന്നിവർ പങ്കെടുക്കും. KCB മാള ഇലക്ട്രിക് സെക്ഷനിലെ ഓവർസിയറായ PS ഉണ്ണികൃഷ്ണന് യാത്രയപ്പ് നൽകി. ചാലക്കുടി ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാധ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ രമേശ്, TA ജയശ്രീ, മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്ന് നടന്നു. നമ്മുടെ പലക്കപ്പാറ ഫീഡർ ട്രിപ്പായിരുന്നു. ആ ഒരു വിഷയമായിട്ട് നമുക്ക് അവിടെ ഇത്തിരി നേരം ഡിലേ വന്നു. പിന്നെ മൊത്തത്തിൽ എന്തായാലും കൊടുക്കാമെന്നുള്ള ഔപചാരികത കഴിഞ്ഞ് അവിടെ നിന്ന് അപ്പം തന്നെ പോവുകയായിരുന്നു. പക്ഷെ നമുക്കറിയാം ഇവിടെ എത്തണത് പിന്നെ എവിടെയും നിന്നില്ല. ഇവിടെ എത്തിയത് ഇത്തിരി വൈകി. അതിനാദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ ഉണ്ണികൃഷ്ണൻ ഇപ്പം തന്നെ പറഞ്ഞു, എനിക്ക് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇന്നലെയും പറഞ്ഞിരുന്നു, കഴിഞ്ഞ മീറ്റിങ്ങിലും കേബിൾ TVയുടെ സബ് എഞ്ചിനീയേഴ്സിനെ മെയിൻ്റനൻസിനെ വിളിച്ചപ്പോൾ ഉണ്ണികൃഷ്ണ വന്നിരുന്നു. ഞാൻ വിചാരിച്ചു റിട്ടയർ ചെയ്യുമ്പോൾ സാധാരണ എല്ലാവരും ഒരു റിട്ടയർ ചെയ്യണ ഒരു മാസം. പെരിഞ്ഞനം ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണട വിതരണം നടത്തി. ലയൺസ് ക്ലബ്ബ് നടത്തിയ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത കാഴ്ചവൈകല്യമുള്ള 100 പേർക്കാണ് സൗജന്യമായി കണ്ണട വിതരണം ചെയ്തത്. പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് VK ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. KK ബാബുരാജ്, PK ജനാർദ്ദനൻ, ഹരി പോളശ്ശേരി എന്നിവർ സംസാരിച്ചു. വിപുലമായ മെഡിക്കൽ ക്യാമ്പ് ഒരുപാട് പേര്, ഞാൻ അറിയുന്ന പല ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നും അതിൻ്റെ പ്രയോജനം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ കണ്ണട വിതരണം ഫൗണ്ടേഷൻ അവരുമായി ചേർന്നായിരുന്നു അന്ന് ചെയ്തിരുന്നത്. സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഇപ്പോഴും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ഇതിന് പങ്കെടുത്ത ലയൺസ് ക്ലബിനും ജോയ് ആലുക്കാസ് ഫൗണ്ടേഷനും പങ്കെടുത്ത എല്ലാവർക്കും. പുത്തഞ്ചിറ ഈസ്റ്റ് സെന്റ് ജോസഫ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഇരിഞ്ഞാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞർ റവറന്റ് ഫാദർ ആൻഡോ തച്ചിൽ തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് വിശുദ്ധ കുർബാന, പ്രസന്തേനി വാഴ്ച, നൊവേന, ലതീഞ്ഞ്, ദിവ്യകാരുണ്യ ജപമാല എന്നിവ നടന്നു. ഫാദർ ബെന്നി ചെറുവത്തൂർ സഹകാർമ്മികത്വം വഹിച്ചു. മാത്യു പുല്ലുപറമ്പിൽ, പോൾസൺ പഴയാറ്റിൽ, ജോസ് പയപ്പിള്ളി, പ്രസിദ്ധേന്തി പയപ്പിള്ളി, ഔസേപ്പ് ജോർജ്, ആന്റണി പയപ്പിള്ളി, ജോണി തച്ചിൽ കണ്ണായി, ജോസ് അമ്പൂക്കൻ എന്നിവർ കൊടിയേറ്റ ചടങ്ങിൽ പങ്കെടുത്തു. ഏപ്രിൽ 30 ഞായറാഴ്ചയാണ് തിരുനാൾ. മാണിയങ്കാവ് ജൈവ കർഷക സമിതി യോഗം ചേർന്നു. വിപണിയിൽ വരുന്ന ജൈവ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെയും വിത്ത്, വളം, കീടനാശിനി എന്നിവയുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള സംവിധാനമില്ലാത്തതിനാൽ ഈ മേഖലയിൽ വ്യാജന്മാരുടെ എണ്ണം പെരുകിയിരിക്കുകയാണ്.
ട്രേഡ് മാർക്കുള്ള വ്യാജന്മാർ രംഗത്തുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ കർഷകർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. വ്യാജന്മാരുടെ കയ്യിൽ നിന്നും ജൈവകൃഷിയെ രക്ഷിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് മാണിയങ്കാവ് ജൈവ കർഷക സമിതി പൊതുയോഗം ആവശ്യപ്പെട്ടു. ES ശശിധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സലീഹ റഷീദ്, MG ശാന്ത എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഭാരവാഹികളായി ES ശശിധരൻ, TA മുഹമ്മദ് അഷ്റഫ്, സിമിത ജോഷി എന്നിവരെ തെരഞ്ഞെടുത്തു. അഷ്ടമിച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി 5ാം ദിവസം പൂതന മോക്ഷം, ബാലലീലകൾ, കാളിയമർദ്ദനം, വത്സസ്തേയം, ബ്രഹ്മസ്തുതി, ഗോവർദ്ധനോദ്ധാരണം, ഗോവിന്ദാഭിഷേകം, രാസക്രീഡ, അഗ്രീരന്റെ ഗോകുലയാത്ര, കംസവധം, ഉദവദൂത്, രുക്മിണി സ്വയംവരം എന്നിവയായിരുന്നു പാരായണ ഭാഗങ്ങൾ. ഭാഗവതശ്രീ കിഴക്കേടത്ത് മാധവൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. സപ്താഹം ഏപ്രിൽ 30 ഞായറാഴ്ച സമാപിക്കും. തിരുമിക്കുളം ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവം ആഘോഷിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ കാർത്തിക ദീപം തെളിയിച്ചു. തുടർന്ന് ദീപാരാധന, പ്രഭാഷണം, തൃക്കാർത്തിക, വിളക്കിനെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നതായി പുത്തഞ്ചിറ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VA നദീർ MCV ന്യൂസിനോട് പറഞ്ഞു. ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് ദേവസ്വം ബോർഡിലാണെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശനൻ. അന്യായമായി വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ച പിണറായി സർക്കാരിനെതിരെ BJP മാള കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEP ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.